തിരിച്ച് ചർച്ചയിലേക്ക് ശ്രീ ആന്റോ, മറുപടി വ്യക്തമാണോ? ഞാൻ പറയുന്നത് ഈ 182 കോടി രൂപ CMRL വിവിധ ആൾക്കാർക്ക് കൈക്കൂലി കൊടുത്തതുമായി ബന്ധപ്പെട്ട കേസാണ് ED അന്വേഷിക്കുന്നത്. അത് ED വ്യക്തമായിട്ട് ഈ പറയുന്ന വാർത്താക്കുറിപ്പിൽ കൂടി എല്ലാ സംവിധാനത്തിൽ കൂടെയും ED പറയുന്നുണ്ട്. അപ്പോൾ ED പറയുന്ന സമയത്ത് ഈ 182 കോടി രൂപ അതിൽ ഈ പറയുന്ന 2.78 കോടി രൂപ കഴിച്ചിട്ട് ബാക്കി 179 കോടി രൂപ എന്ന് പറഞ്ഞാൽ 180 കോടി രൂപ അവർ കാൽക്കുലേറ്റ് ചെയ്താൽ ഈ 180 കോടി രൂപയിൽ അന്വേഷണം എവിടെ എത്തി എന്നുള്ളതും കൂടെ പറയണ്ടേ? കാരണം എത്ര നാളായി ഇത്? ഏകദേശം 2 വർഷത്തിന് മേലെയായല്ലോ. എക്സാലോജിക്ക് തുടങ്ങി, എക്സാലോജിക്കിനെ കുറിച്ച് പറയുന്നു, ഈ പറയുന്ന CMRLനെ കുറിച്ച് പറയുന്നു, CMRLൽ കിട്ടിയിരുന്ന ഡയറിയെക്കുറിച്ച് പറയുന്നു, ഡയറിയിലെ പേരുകളെക്കുറിച്ച് പറയുന്നു, ഇൻട്രി സെറ്റിൽമെൻറ്റ് മുന്നിൽ CMRL വെളിപ്പെടുത്തിയ കണക്കിനെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഡാറ്റ ഈ സമൂഹത്തിന് മുന്നിലുള്ള സമയത്ത് ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ എന്ന് പറഞ്ഞിട്ടൊരു പത്രക്കുറിപ്പ് ഇറക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അസ്വാഭാവികത ആർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ കണ്ണിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം 182 കോടി രൂപ പോയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല പിണറായി വിജയൻ്റെ മകൾ ഒരു ദിവസം ജയിലിൽ പോയ സന്തോഷമാണ് എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ ഒരുപറ്റ മാധ്യമങ്ങളും കുറച്ച് ആൾക്കാരും ഇറങ്ങി തിരിച്ചിട്ടുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണ്? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന സർക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന EDയും ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന അന്വേഷണ ഏജൻസികളോടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് 182 കോടി രൂപയിൽ ബാക്കി വരുന്ന 180 കോടി രൂപ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് ചോദിക്കാൻ പറ്റാത്തതിന് കാരണം എന്താണ്? ഈ 180 കോടി രൂപയിൽ ബഹുഭൂരിപക്ഷം വാങ്ങിയിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. അതിനകത്ത് ഒരു ഔചിത്യക്കുറവില്ലാതെ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു മാര്യതകേട് ഞാൻ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അതിശയം തോന്നുകയാണ്. എന്തായാലും റിപ്പോർട്ടർ TVക്ക് ആ ഗതികേടില്ല. കാരണം റിപ്പോർട്ടർ TVയിലേക്ക് എന്തായാലും 180 കോടിയിൽ ഒരു പൈസ പോലും വന്നിട്ടില്ല. പക്ഷേ ബാക്കി വരുന്ന 5-6 പ്രധാനപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം ഇതിൻ്റെ അകത്ത് 3, 4, 5 കോടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഓൾറെഡി CMRL ഇൻട്രി സെറ്റിൽമെൻറ്റ് മുന്നിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന്, മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, രാഷ്ട്രീയക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 182 കോടിയിൽ ഈ 2.89 കോടി രൂപ ചോദിക്കാത്തതിന് കാരണം അതിൽ തന്നെ ഉണ്ട്. പറയണ്ടേ? ഈ വാർത്ത എഴുതിയ മനോരമ എത്ര വാങ്ങിയെന്ന് മനോരമ എഴുതണ്ടേ? ഇന്ന് വാർത്ത പറയുന്ന മാതൃഭൂമി എത്ര എഴുതിയെന്ന് മാതൃഭൂമി പറയണ്ടേ? ഈ CMRൽ നിന്നും മനോരമയ്ക്ക് എത്ര കിട്ടി, ഈ പറയുന്ന മാതൃഭൂമിക്ക് എത്ര കിട്ടി എന്നുള്ള, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് എത്ര കിട്ടി എന്നൊക്കെ പറയണ്ടേ? അല്ലെങ്കിൽ ഇത് പറയില്ല, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഓക്കെ, ശരി, അങ്ങനെ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ 180, അപ്പോൾ ഞാൻ പറയുന്നത് ഇത് മൊത്ത കച്ചവടമാണല്ലോ, കൂട്ടുകച്ചവടം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. രാഷ്ട്രീയ മാധ്യമ ഭൂപ്രഭുക്കളെല്ലാവരും കൂടെ നടത്തിയിട്ടുള്ള ഒരു കച്ചവടം. ഈ കച്ചവടത്തിൻ്റെ ഒരു ഭാഗം മാത്രം അന്വേഷിക്കുകയും ആ ഭാഗത്തിൻ്റെ ഒരാളെ മാത്രം പിടിച്ച് ജയിലിലിട്ടാലും മതിയോ? അപ്പോൾ ഇവർ പറയണ്ടേ? അപ്പോൾ ഇവർ തന്നെ എഴുതിയിരിക്കുകയാണ് CMRLൻ്റെ 182 കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തതുമായി ബന്ധപ്പെട്ട അന്വേഷണം. ഈ 182 കോടി രൂപ ബ്രൈബാണെന്ന് എഴുതിയിട്ടുണ്ട്. പത്ര DC പറഞ്ഞിട്ടുണ്ടല്ലോ, അത് 182 കോടി രൂപ ബ്രൈബ് കൊടുത്തതാണ് എന്നുള്ളത് ഈ പറഞ്ഞ EDയുടെ ഈ പറഞ്ഞ പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രൈബും ഇവർ വാങ്ങിയിട്ടില്ലേ? അപ്പോൾ ഇവരത് പറയണ്ടേ? അവർക്ക് അത് പുറത്തേക്ക് വിടാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ, വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആ ബ്രൈബ് കിട്ടിയ കമ്പനികളും ആ പറയുന്ന പത്രസ്ഥാപനങ്ങളും ആ നേതാക്കന്മാർക്കും അത് പറയാം. കാരണം അവരുടെ ഓഫീസിൽ തന്നെ കിട്ടിയതാണല്ലോ. ഈ പറയുന്ന പ്രിൻ്റ് തലേദിവസം എഴുതി CMRLൻ്റെ 2.78 കോടി രൂപ വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടിയതും ആ 2.78 കോടി രൂപ മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിൽ കൂടെ മറ്റേ ആൾക്ക് പോയ കഥയൊക്കെ പറയുന്ന സമയത്ത് സ്വന്തം അക്കൗണ്ടിൽ വന്ന കണക്കിൻ്റെ കാര്യം ഒന്ന് പറയേണ്ടവർ എന്തേ പറയാത്തത്? അപ്പോൾ അത് മാത്രം അന്വേഷിക്കണ്ടേ? അത് ED അന്വേഷിക്കണ്ടേ? അത് ED അന്വേഷിക്കേണ്ടെന്നുണ്ടോ? അത് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് വലുതാക്കുന്നത്. ഞാൻ പറയുന്നത് 180 കോടി രൂപ അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ഒരാളിലേക്ക് എത്തിക്കുന്നതെന്നുള്ളതാണ്. അതിന് വക്കമായ വലിപ്പം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മുൻ മുഖ്യമന്ത്രിക്കുണ്ട്, മുഖ്യമന്ത്രി എന്ന് പറയുന്ന മകൾക്കുണ്ട്, അവരുടെ കമ്പനിക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട എവിടെ ലേക്കർ ഇന്ത്യയോ ഒരു 2017 10 ലക്ഷം രൂപ കണ്ടുവച്ച് തുടങ്ങിയൊരു കമ്പനി ഉണ്ട് എന്നാണ് പറയുന്നത്. 2023 തുടങ്ങിയൊരു കമ്പനി ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ 2023 സേവനത്തിൻ്റെ പൈസ അല്ലല്ലോ എന്തായാലും ഇത്, അതിന് ശേഷം തുടങ്ങിയതല്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത് ഈ 180 കോടി രൂപയെ കുറിച്ച് അന്വേഷണം വരാനേ പാടില്ല. അതാണ് അജണ്ട. ഞാൻ പറയുന്നത് പണ്ട് പിണറായി വിജയൻ പറഞ്ഞെടുക്കുന്നത് കേരളത്തിൽ മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട്. ഈ മാധ്യമ സിൻഡിക്കേറ്റിന് എങ്ങനെയാണ് വാർത്തകളെ കൈകാര്യം ചെയ്യേണ്ടതെന്നോ നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ കയ്യിൽ എല്ലാം പൈസ കിട്ടിയിട്ടുണ്ടല്ലോ, എല്ലാം പൈസ കിട്ടിയിട്ടുണ്ട്. അത് CPMന് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പരാജയം. ഞാൻ പറയും ഇന്നത്തെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൻ്റെ പരാജയം എന്താണെന്ന് പറഞ്ഞാൽ ഈ 180 കോടി രൂപ ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങൾ വാങ്ങി എന്ന് പറയണം എന്ന് പറയാത്തതാണ് ഇന്നത്തെ അതിൻ്റെ വിശദീകരണം ഇല്ലാത്തത് പോയത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരാജയം. ഇതെന്തുകൊണ്ട് CPMന് വിശദീകരിക്കാൻ കഴിയുന്നില്ല? 182 കോടി രൂപയുടെ കണക്കെടുത്ത് എന്തുകൊണ്ട് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല?
എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല? അല്ല ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ അകത്ത് RC-യും KC-യും മറ്റേ എന്താണ് KC ഇല്ല കേട്ടോ, പിന്നെ എന്താണ് KVO OC ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെന്താ ചർച്ച ചെയ്യാൻ പറ്റാത്തെ? അപ്പോൾ ഇത് CPM-ഉം പിണറായി വിജയന്റെ മകളും മാത്രം അനുഭവിച്ചാൽ മതി എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ വാർത്ത എഴുതിയ മനോരമയിലെ മുതലാളിയെ കുറിച്ച് പറയാൻ പിണറായി വിജയന്റെ നാക്ക് പൊന്തി എന്നുള്ളതാണ്. പക്ഷേ അത് അവരെത്ര മേടിച്ചു എന്ന് ചോദിക്കാനുള്ള നാക്ക് പൊന്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് പറ്റാതെ പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളിതിനകത്ത് എടുക്കുന്നുണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഈ ഇരട്ടത്താപ്പ് ഒഴിവാക്കുക. ഒരു മിനിറ്റ്, ഞാനിത് ക്ലാരിറ്റിയോടെയാണ് പറയുന്നത്, അല്ലാതെ ഞാനിത് ആകാശത്ത് ഉണ്ടാക്കിയിട്ടൊന്നും പറയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് 182 കോടി രൂപ സർക്കാരിൻ്റെ പൈസ അല്ലെങ്കിൽ രാജ്യത്തെ കൊള്ളയടിച്ച പൈസയാണല്ലോ പോയിട്ടുണ്ടാവുക. അതാണല്ലോ ED പറയുന്നത്, അതാണ് അന്വേഷണ ഏജൻസി പറയുന്നത്. അത് കൈക്കൂലി കൊടുക്കാൻ ഉപയോഗിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 182 രൂപ ആർക്കൊക്കെ മേടിച്ചു എന്ന് പറയുന്നത് വാലിഡായ ക്വസ്റ്റ്യൻ അല്ലേ? അതിൽ അന്വേഷണം നടത്തണ്ടേ? അത് ഈ പറയുന്ന എല്ലാവരും അതിൻ്റെ ഭാഗമല്ലേ? അതിൻ്റെ അകത്ത് UDF-ൻ്റെ നേതാക്കന്മാരുണ്ട്, ഇനി CPM-ൻ്റെ നേതാക്കന്മാരുണ്ടെന്ന് വെക്കുക, CPM ആരുണ്ട്, നിങ്ങൾ അങ്ങനെയുള്ള ED പറയുന്നത് ശരി, അല്ലെങ്കിൽ അവരുണ്ടെന്ന് വെക്കുക, മാധ്യമങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് അന്വേഷണം പോകണ്ടേ? ഈ മാധ്യമങ്ങളുടെ വാർത്ത ആരാ കൊടുക്കുക? കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ പൈസ മേടിച്ച് വാർത്ത ആര് കൊടുക്കും? മാധ്യമങ്ങൾ കൊടുക്കുമോ? അത് ചോദ്യം ചെയ്യാനൊരു പാർട്ടി വേണം കേരളത്തിൽ, അത് ചോദ്യം ചെയ്യാൻ പ്രസ്ഥാനം വേണം. ആ പ്രസ്ഥാനം ചോദിക്കണ്ടേ? അതിന് മറുപടി പറയണ്ടേ? ഒരു മിനിറ്റ് പറഞ്ഞു കംപ്ലീറ്റ് ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്തിട്ട്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, അതെന്തുകൊണ്ട് വാർത്തയാവുന്നില്ല? ഞാൻ എന്റെ ചോദ്യം ഒരു മിനിറ്റ്, അതാണ് ഞാൻ പറയുന്നത്, അതിലേക്ക് ഞാൻ പറയുന്നത്. വീണ വിജയനെ ചോദിച്ച വാർത്തകൾ മുഴുവൻ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. വീണ വിജയനെ കുറിച്ചിട്ട് ചോദിച്ച കാര്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശശിധരൻ കർത്തന്റെ മകനെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ പുറത്തേക്ക് വരാത്തത്? ഞാൻ വായിച്ച വാർത്തയാ. ചോദ്യം ചെയ്ത കഥയല്ലല്ലോ ഈ പറയുന്ന ബുക്കിന് നടക്കുന്നു. ഞാൻ പറയുന്നത് ചോദ്യം ചെയ്ത് ഇപ്പൊ വീണ വിജയനെ വീണ വിജയനെ ചോദ്യം ചെയ്ത കാര്യം വിളിപ്പിച്ച കാര്യമല്ലല്ലോ വാർത്ത വായിക്കുന്നത്. വാർത്ത വായിക്കുന്നത് എന്താ? വീണ വിജയന്റെ പിന്നെന്താണ് അക്കൗണ്ട് പിടിച്ചെടുത്ത കാര്യം. ഇപ്പോൾ 82 കോടി രൂപ അല്ല 82 ലക്ഷം രൂപ പുറത്തേക്ക് AED ആയിട്ട് അയച്ചതിന് കണക്ക്. പിന്നെ ഒരു മിനിറ്റ് വാർത്ത. പിന്നെന്താണ് അവിടുത്തെ ഡയറി പിടിച്ചെടുത്ത കാര്യം, ഇതെന്തേ CMRL-ന്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് വരാത്ത? ആര് പറഞ്ഞു വന്നില്ല? എന്താ വന്നേ? ശശിധരൻ കർത്തിയുടെ ഡയറി പിന്നെ എവിടെ നിന്ന് വന്നതാ? ശശിധരൻ അവിടെ വന്നല്ല, അത് ഇൻട്രസ്റ്റ് ബോർഡ് ഹാജരാക്കിയ ഡയറിയാണ്. അതെ, അത് പിടിച്ചല്ല. സെറ്റിൽമെന്റ് ബോർഡിന്റെ കണക്കിൽ വന്നത് ഈ പറയുന്ന ഇൻകം ടാക്സ് ഫയൽ ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടത്തിയതാരാ? അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെലക്ടീവ് ലീക്കേജ് വാർത്ത വന്നില്ലേ. ഞാൻ എന്താ പറയുന്നറിയോ? ഞാൻ പറയുന്നത് ഈ പറയുന്നത് 2.78 കോടി രൂപ വീണ വിജയൻ വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അത് ട്രാൻസാക്ഷൻ നടന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് 180 കോടി രൂപ കേരളത്തിലെ മാധ്യമങ്ങളിൽ രാഷ്ട്രീയക്കാരും മേടിച്ച് ബാക്കി എങ്ങനെ അന്വേഷിക്കുന്നു? ഒന്നാമത്തെ കാര്യം ഈ കടലാസിൽ തന്നെ പറയുന്നുണ്ട് 182 കോടിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. അങ്ങനെയല്ലല്ലോ നമ്മളാണ് ഓർഡർ പറഞ്ഞു കൊടുക്കേണ്ടത്. 182 കോടിയുടെ മറുപടി പിണറായി വിജയൻ പറയണോ? പിണറായി വിജയന്റെ മറുപടി വ്യക്തമാണോ എന്നാണ് ഇന്നത്തെ ചോദ്യം. പിണറായി വിജയന്റെ മറുപടി വ്യക്തമാണോ എന്നുള്ള പിണറായി വിജയന്റെ മറുപടി പിണറായി വിജയൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന മുൻ മുഖ്യ പിണറായി വിജയന്റെ ചോദ്യം എന്താ? പിണറായി വിജയന്റെ മറുപടിയെ കുറിച്ചാണ് ചോദ്യം, ചോദ്യത്തെ കുറിച്ചല്ല. മറുപടി പറയാതിരിക്കാൻ ചോദ്യം ചോദിക്കാം. ഒരു മിനിറ്റ് മാധു, എന്തുകൊണ്ടാണ് നിങ്ങൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നത്? പിണറായി വിജയൻ എന്തിനാണ് ഈ പറയുന്ന ഈ പത്രസമ്മേളനത്തിൽ ഈ പറയുന്ന എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യം മറുപടി പറയണം എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അതാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞില്ലേ? അദ്ദേഹം എന്റെ മകളോ ഞാനോ എന്റെ കൈ ശുദ്ധമാണ്, എന്റെ മകളോ ഞാനോ ഇതുപോലെയുള്ള ഒരു ഹവാല ഇടപാട് നടത്തിയിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞല്ലോ. അല്ല, അതാണ് പ്രശ്നം. അങ്ങനെ ചോദിക്കുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് 180 കോടി കിട്ടുന്നില്ല? അതിന് കാരണമുണ്ട്. ആ 180 ഒരു പകുതി അവിടെ ഇരിക്കുന്നോണ്ടാണ്, ഇവരുടെ കയ്യിൽ കൂടി ഇരിക്കുന്നോണ്ടാണ്. അത് ചോദിക്കാനും പോകുന്നില്ല. അത് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. CMRL-ന്റെ കേസ് അവസാനിക്കണമെങ്കിൽ ഒരാൾ വേണം. ആ ഒരാളാരാ?
അതോ ഒരാൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു? ആരൊക്കെയാണ്? കേരളത്തിലെ മാധ്യമങ്ങളും നേതാക്കന്മാരും പാർട്ടി വിരുദ്ധരും കൂടെ തീരുമാനിച്ചിരിക്കുന്നു. അത് പിണറായി വിജയന്റെ മകൾ. അതിനകത്ത് എല്ലാ ചേരുവയുണ്ട്. അതിനകത്ത് എല്ലാ ചേരുവയുണ്ട്. അതിൻ്റെ അകത്ത് ചേരുവ എന്ന് പറയുന്നത് ഇടതുപക്ഷം, അതിൻ്റെ അകത്ത് ചേരുവയുണ്ട്. അതിനകത്ത് പിണറായി വിജയൻ അതിൻ്റെ ചേരുവയാണ്. അതിനകത്ത് മുൻ മുഖ്യമന്ത്രി ചേരുവയാണ്. അത് പിണറായി വിജയന്റെ മകൾ അതിന് ചേരുവയാണ്. ഇപ്പോഴത്തെ MLA മുൻ മന്ത്രിയായ മുഹമ്മദ് ചേരുവ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരു വാർത്താ ഏജൻസികളും ഈ മുഹമ്മദ് റിയാസിന്റെ പേര് ഒരു സ്ഥലത്ത് പോലും പരാമർശിച്ചിട്ടില്ല. ED ഒരു സ്ഥലത്ത് പോലും പരാമർശിച്ചിട്ടില്ല. ഈ പറയുന്ന വീണ വിജയന്റെ അക്കൗണ്ടിൽ നിന്ന് ED പറഞ്ഞിട്ടില്ല മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് പൈസ പോയിന്ന്. പക്ഷെ മാധ്യമങ്ങൾ എഴുതുകയാണ് എന്ത്? മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിൽ നിന്ന് വീണ വിജയന്റെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വീണ ടിയുടെ അക്കൗണ്ടിൽ നിന്ന് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് പോകും. അത് കല്യാണം കഴിക്കുന്നതിന് 4 വർഷം മുന്നേ പോയി എന്ന് പറഞ്ഞിട്ട് അത് എഴുതി പിടിക്കുന്ന സമയത്ത് അവർക്ക് അജണ്ട ഉണ്ട്, ആ അജണ്ട ഇല്ല എന്ന് കേരളത്തിൽ വെച്ചിട്ടല്ല ഈ ചർച്ച. അതാണ് നമ്മളടക്കം പറയേണ്ട. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പ്രിവിലേജുകൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞ സിൻഡിക്കേറ്റ് എല്ലാം കൂടി ഒന്നിച്ചിറങ്ങി വരും. പ്രയോഗമൊക്കെ നേരത്തെ പ്രയോഗിച്ച് തളർന്നുപോയ പ്രയോഗമാണ്. അതാണ് ഇന്ന് ചെയ്തത്. കാരണം ഈ കൊമ്പിലെ ചക്ക ഈ കൊമ്പിലെ ചക്ക എന്ന് ചോദിച്ചു നിങ്ങൾ 2.79 കോടി രൂപ വീണ വിജയൻ മേടിച്ചത് വീണ വിജയൻ സമ്മതിച്ചല്ലോ. 7-8 കോടി അത് വീണ വിജയൻ മേടിച്ചത് വീണ വിജയൻ സമ്മതിച്ചല്ലോ. അതിന് സർവീസ് കൊടുത്തില്ലയോ? സർവീസ് കൊടുത്താണല്ലോ പ്രശ്നം. ഇതൊന്നും കൊടുക്കാതെ 180 കോടി രൂപ മേടിച്ചവർക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ അതൊരു വിചിത്ര ന്യായം. മാധ്യമപ്രവർത്തനത്തിൽ ഹെഡ്ലൈനായി വരിക മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക്. അതെ, അത് മാധ്യമസ്ഥാനം വരില്ല. അതാണ് പ്രശ്നം. അത് മാധ്യമസ്ഥാനം വരില്ല. അല്ല, മാധ്യമസ്ഥാപനങ്ങൾ വരില്ല. അത് പ്രതിപക്ഷത്ത് നിന്നാലും വരില്ലാന്നേ. പ്രതിപക്ഷത്ത് നിന്നാലും വരില്ലാന്നേ. പ്രതിപക്ഷത്ത് നിന്നാലും വരില്ല. അത് പുറത്തു കൊണ്ടുവന്നാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. അത് CPM-നോടാ പറഞ്ഞത്. അത് പുറത്തു കൊണ്ടുവന്ന് കാണിച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് മനസ്സിലാക്കി CPM പ്രവർത്തിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറുപടി വ്യക്തമോ വ്യക്തമല്ല എന്നാണ് 3 പേരുടെ അഭിപ്രായം. വ്യക്തമാണെന്ന് ഒരേ ഒരാൾക്ക് അഭിപ്രായം. ശ്രീ ആൻഡ്രോയ്. Meet the editors.